ഒരു നിശബ്ദ ലോകത്തിന്റെ കഥ. ബ്രഹ്മാണ്ഡത്തിലെ ഓരോ ഗ്രഹവും ഒരു ശാന്തമായ പാർക്കലല്ല. അവ ജീവിക്കുന്നു, മാറുന്നു, വൃദ്ധിക്കുന്നു, ഒരു ദിവസം മരിക്കുന്നു. ഒരു ഗ്രഹത്തിന്റെ ജീവിതം എങ്ങനെ ആരംഭിക്കുന്നു? അത് എങ്ങനെ വളരുന്നു? അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്? അവസാനം അതിന്റെ വിധി എന്താണ്? ഇതാണ് ഗ്രഹങ്ങളുടെ ജീവിതം. ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു യുവ നക്ഷത്രത്തിന്റെ ചുറ്റും വാതകവും പൊടിയും ചുറ്റിത്തിരിയുമ്പോൾ ചെറുകണങ്ങൾ കൂട്ടിച്ചേരുന്നു. കല്ലുകൾ രൂപപ്പെടുന്നു, പിണ്ഡങ്ങൾ വളരുന്നു. ഗുരുത്വാകർഷണം അവയെ കൂടുതൽ അടുപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോട്ടോഗ്രഹം ജനിക്കുന്നു. ആദ്യകാല ഗ്രഹം ഒരു തീപ്പൊരി പോലെയാണ്. അത് മുഴുവനായി ഉരുകിയ പാറകളാൽ നിറഞ്ഞിരിക്കും. അതിന്റെ ഉപരിതലം മാഗ്മയുടെ സമുദ്രം. ഇതാണ് ഒരു ഗ്രഹത്തിന്റെ ആദ്യ ശ്വാസം. ഒരു ഗ്രഹം ജനിച്ച ശേഷം അത് നിശ്ചലമാവുന്നില്ല. അതിനകത്ത് ചൂട് കുടുങ്ങിയിരിക്കും. റേഡിയോ ആക്റ്റീവ് ഘടകങ്ങൾ ചൂട് സൃഷ്ടിക്കും. ഇത് ഭൂമിയിലെ പോലെ ടെക്ടോണിക് പ്ലേറ്റുകൾ സൃഷ്ടിക്കും. അവ സഞ്ചരിക്കും, ഇടിച്ചുമുട്ടും, പിളരും. ഭൂകമ്പങ്ങൾ ഉണ്ടാകും, പർവ്വതങ്ങൾ ഉയരും, ഭൂഖണ്ഡങ്ങൾ മാറും, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും, മാഗ്മ പുറത്തെത്തും. ഇതാണ് ഒരു ഗ്രഹത്തിന്റെ അകത്തളത്തിലെ ഹൃദയമിടിപ്പ്. ഉദാഹരണത്തിന്, ഭൂമി ഇന്നും ജീവിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനകത്തെ ചൂട് ഇന്നും അതിനെ സജീവമാക്കുന്നു. ഒരു ഗ്രഹത്തിന്റെ ഹൃദയത്തിൽ ദ്രവലോഹം സഞ്ചരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു: മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഗ്രഹത്തിന്റെ അദൃശ്യ കവചമാണ്. നക്ഷത്രത്തിന്റെ സൗരക്കാറ്റുകളിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ വായുമണ്ഡലം പതുക്കെ പറന്നുപോകും. ഉദാഹരണത്തിന് മാർസ്. ഒരു കാലത്ത് വെള്ളവും വായുമണ്ഡലവും ഉണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ക്ഷീണിച്ചു. ഇന്ന് അത് ഒരു തണുത്ത, വരണ്ട ലോകമാണ്. ഒരു ഗ്രഹത്തിന്റെ ജീവിതത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ജീവൻ മരണ ഘടകമാണ്. അഗ്നിപർവ്വതങ്ങൾ വാതകങ്ങൾ പുറന്തള്ളും. കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം, നൈട്രജൻ ഇവ ചേർന്ന് വായുമണ്ഡലം രൂപപ്പെടുന്നു. കോമറ്റുകൾ ജലം കൊണ്ടുവരാം. ആസ്റ്ററോയിഡുകൾ രാസഘടകങ്ങൾ നൽകാം. ഇങ്ങനെ ഒരു ഗ്രഹം ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. വായുമണ്ഡലം സ്ഥിരത നേടുമ്പോൾ കാലാവസ്ഥ രൂപപ്പെടുന്നു. ചൂട്, തണുപ്പ്, മഴ, കാറ്റ്. കാലക്രമേണ കാലാവസ്ഥ മാറും. ഐസ് ഏജ് ഉണ്ടാകാം, ഹരിതഗ്രഹ ഘട്ടങ്ങൾ ഉണ്ടാകാം. ചെറുമാറ്റങ്ങൾ പോലും ജീവിതത്തെ ബാധിക്കും. ഒരു ഗ്രഹത്തിന്റെ കാലാവസ്ഥ അതിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നു. ബില്യൺ വർഷങ്ങൾ കടന്നുപോകുമ്പോൾ ഗ്രഹത്തിന്റെ അകത്തെ ചൂട് കുറയും. ടെക്ടോണിക് ചലനം മന്ദഗതിയാകും, മാഗ്നറ്റിക് ഫീൽഡ് ക്ഷീണിക്കും. വായുമണ്ഡലം പതുക്കെ നഷ്ടപ്പെടാം. സമുദ്രങ്ങൾ വറ്റാം, ഒരു ജീവിച്ചിരുന്ന ലോകം മൗനമാകാം. ചില ഗ്രഹങ്ങൾ മഞ്ഞ് ലോകങ്ങളായി മാറും, ചിലത് തീയുടെ നരകങ്ങളാകും. ഒരു ഗ്രഹം സ്വയം മാത്രം നിയന്ത്രിക്കുന്നില്ല. ആസ്റ്ററോയിഡ് ആക്രമണങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരൊറ്റ വലിയ ഇടിപ്പ് ജീവികളുടെ 90% ഇല്ലാതാക്കാം. എന്നാൽ ചിലപ്പോൾ അതേ ഇടിപ്പുകൾ പുതിയ ജീവിതത്തിന് വഴിയൊരുക്കും. ഗ്രഹത്തിന്റെ ജീവിതം ഒരു പരീക്ഷണമാണ്. ഒരു ഗ്രഹത്തിന്റെ അന്ത്യം അത് മാത്രം തീരുമാനിക്കുന്നില്ല. അതിന്റെ നക്ഷത്രം മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും കടക്കും. സൂര്യനെ പോലുള്ള നക്ഷത്രം ഒരു ദിവസം റെഡ് ജയന്റായി മാറും. അടുത്തുള്ള ഗ്രഹങ്ങൾ അതിന്റെ തീയിൽ വിഴുങ്ങപ്പെടാം. സമുദ്രങ്ങൾ തിളയ്ക്കും, വായുമണ്ഡലം ഇല്ലാതാകും. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ലോകം ചാരമായി മാറും. പക്ഷേ ഈ കഥ ദൂരെയുള്ള ഗ്രഹങ്ങളുടെ മാത്രം കഥയല്ല. ഇത് നമ്മുടെ കഥയാണ്. നമ്മുടെ ഭൂമി ഒരു സാധാരണ പാറക്കല്ലായി ആരംഭിച്ചു. തീയിൽ കത്തിയ ഒരു ലോകം. അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ ഉപരിതലം. വിഷവാതകങ്ങളാൽ മൂടപ്പെട്ട ആകാശം. പക്ഷേ സമയം അതിനെ മാറ്റി. മഴ പെയ്തു, സമുദ്രങ്ങൾ രൂപപ്പെട്ടു, രാസപ്രതികരണങ്ങൾ സംഭവിച്ചു. ഒരിടത്ത് അദൃശ്യമായ ഒരു ചെറിയ മാറ്റം. ജീവന്റെ ആദ്യ സൂചന. ഒറ്റകോശങ്ങൾ. അവ വളർന്നു, മാറി, പരിണമിച്ചു. സമുദ്രങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക്. പുല്ലുകൾ, മരങ്ങൾ, വനങ്ങൾ. ഡൈനോസറുകൾ ഉയർന്നു, അവ അസ്തമിച്ചു. മറ്റൊരു കാലഘട്ടം തുടങ്ങി.
ഒടുവിൽ മനുഷ്യൻ. ഒരു ഗ്രഹം അതിന്മേൽ ജീവിക്കുന്ന ജീവികളെ സൃഷ്ടിച്ചു, അവയെ ചിന്തിക്കാൻ കഴിയുന്നവരാക്കി. ഇപ്പോൾ നമ്മൾ ആ ഗ്രഹത്തെ പഠിക്കുന്നു, അതിന്റെ ചരിത്രം വായിക്കുന്നു, അതിന്റെ ഭാവി കണക്കാക്കുന്നു. പക്ഷേ ഒരു സത്യം നമുക്ക് മറക്കാനാവില്ല. ഒരു ദിവസം സൂര്യൻ റെഡ് ജയന്റായി മാറും, സമുദ്രങ്ങൾ വറ്റും, വായുമണ്ഡലം അപ്രത്യക്ഷമാകും. ജീവൻ നിലനിൽക്കില്ല, പക്ഷേ അതിനു മുമ്പ് ബില്യൺ വർഷങ്ങൾ കടന്നിരിക്കണം. ഇന്ന് നാം ജീവിക്കുന്നത് ഒരു അത്ഭുതകരമായ സമയത്താണ്. ഒരു ഗ്രഹത്തിന്റെ സ്ഥിരതയുടെ അപൂർവ ഘട്ടത്തിൽ. ബ്രഹ്മാണ്ഡത്തിൽ അനേകം ലോകങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇപ്പോൾ നമുക്ക് ഉറപ്പായി അറിയുന്നത് ഒന്ന് മാത്രം: ഈ ജീവിച്ചിരിക്കുന്ന നീലലോകം. ഗ്രഹങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. സ്ഥിരത ശാശ്വതമല്ല, മാറ്റം അനിവാര്യമാണ്. കാലം എല്ലാം മാറ്റും. എന്നാൽ ഈ ചെറിയ സമയത്ത് നമ്മൾ ഈ ഗ്രഹത്തിന്റെ കഥയുടെ ഭാഗമാണ്, അതിന്റെ ഉത്തരവാദിത്വവും. ഇതാണ് ഗ്രഹങ്ങളുടെ ജീവിതം. ഇത് ഒരു ശാസ്ത്രീയ കഥ മാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിന്റെ ചരിത്രം. ഗ്രഹങ്ങൾ കല്ലുകളല്ല, അവയ്ക്ക് ഹൃദയമുണ്ട്, ശ്വാസമുണ്ട്, ചരിത്രമുണ്ട്. ജനനം, യൗവനം, മാറ്റങ്ങൾ, വാർദ്ധക്യം, അന്ത്യം. ഇത് ഗ്രഹങ്ങളുടെ ജീവിതചക്രമാണ്. നമ്മുടെ ഭൂമി ഇപ്പോൾ മധ്യവയസ്സിലാണ്, പക്ഷേ ഒരു ദിവസം ഇതും മാറും. ഇന്ന് നാം ഈ ജീവിച്ചിരിക്കുന്ന ലോകത്തിന്റെ കഥയുടെ നടുവിലാണ്, ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.